കടകംപള്ളി സുരേന്ദ്രനെതിരെ വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു? ദ്വാരപാലക ശില്പങ്ങൾ ഏത് കോടീശ്വരനാണ് കൊടുത്തതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് സതീശൻ പറഞ്ഞെന്നാണ് നമ്മളൊക്കെ കേട്ടത്. മാധ്യമങ്ങളും അതാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ സതീശൻ പറയുന്നു ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരായി എനിക്കെതിരെ കേസ് കൊടുത്തേക്കണ എന്താ? ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം. അല്ല, അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം. അല്ല സതീഷേട്ടാ, ഇങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഇങ്ങനെ അല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചാലാ? ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ശരി, എങ്കിൽ ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചേ. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും CPM-ഉം ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാണ്. കടകംപള്ളി സുരേന്ദ്രനെ അറിയാം കടകംപള്ളി സുരേന്ദ്രനും CPM-ഉം ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാണ്. പൊളിഞ്ഞു പാളീസായി പോയല്ലോ സതീഷേട്ടാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? കോടതി മാറ്റി പറയാൻ പറ്റോ? അങ്ങനെ പറയാൻ പറ്റില്ല. കോടതിയിൽ പറഞ്ഞാൽ കോടതി അപ്പൊ തന്നെ അന്നാ ക്ഷമ പറയാൻ പറയും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞ് പോയിക്കാൻ പറയും. അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും. ആണോ? അപ്പൊ ഒരു കാര്യം ഉറപ്പായി. ഒന്നുകിൽ സതീഷേട്ടൻ മാപ്പ് പറയേണ്ടി വരും, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതായത് ഒന്നുകിൽ മാനനഷ്ടം അല്ലെങ്കിൽ ധനനഷ്ടം, രണ്ടിലൊന്ന് ഉറപ്പ്.